അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ഇരു ലോകത്തും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, വീഡിയോ നിങ്ങൾ കേൾക്കുകയും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എന്നുള്ള നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊന്നിനുമല്ല, നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്താൽ ഈ കുറഞ്ഞ ആയുസ്സിൽ നമുക്ക് ധാരാളം നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പാരത്രിക ലോകത്ത് നമുക്കൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ്. വേറൊന്ന് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, പരീക്ഷകൾ നടക്കുകയാണല്ലോ. മദ്രസയിലും സ്കൂളിലും ഒക്കെ പരീക്ഷകൾ, കോളേജുകളിലൊക്കെ പരീക്ഷകൾ വരികയാണ്. നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ, അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ, പഠിച്ചത് മനസ്സിൽ തെളിഞ്ഞു വരാൻ, കൂടുതൽ മനഃപ്പാഠമാക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മരുന്ന് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഈ ഒരു സമയത്ത് പങ്കുവെക്കുകയാണ്. കിതാബുകളിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളായ മുഫസ്സിറുകളായ പണ്ഡിതന്മാർ, അവർ ഈ ഒരു വിശുദ്ധ ഖുർആനിനെ നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. വളരെ ആധികാരികമായി തന്നെയാണ് ഇത് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ബുദ്ധിശക്തി, അതുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, അവർക്ക് ചില കുട്ടികൾക്കൊക്കെ പരീക്ഷ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ പരീക്ഷ ഹാളിലെത്തുമ്പോൾ അത് മറന്നു പോവുകയാണ്. ചില പരീക്ഷകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മിനിറ്റുകൾ കൊണ്ട്, മിനിറ്റിൻ്റെ ഉള്ളിൽ ഉത്തരം എഴുതി ഉത്തരം കണ്ടെത്തേണ്ടുന്ന ചില പരീക്ഷകളൊക്കെ ഉണ്ടാകുമല്ലോ. അത്രയും ചോദ്യങ്ങളുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ കുട്ടികൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ നാം പറയുന്നത്. ചെറിയ ഒരു ചികിത്സ അല്ലെങ്കിൽ ചെറിയ ഒരു മരുന്ന്. അലം നശ്റഹ് സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. അത് അറിയാത്ത, മനഃപ്പാഠമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്ന ഒരു സൂറത്താണ് അലം നശ്റഹ് സൂറത്ത്. ആ അലം നശ്റഹ് സൂറത്ത് അതുകൊണ്ടുള്ള ഒരു ചികിത്സയാണ് പറയുന്നത്. അലം നശ്റഹ് കൊണ്ടുള്ള ഒരു ചികിത്സ. അലം നശ്റഹ് സൂറത്ത് ഒരാൾ ഓതുകയും അത് പതിവായിട്ട് ഓതുന്ന ഒരു മനുഷ്യനിക്ക് മനപ്രയാസങ്ങൾ ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, അതായത് വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്നവർക്ക് മനഃപ്പാഠമുണ്ടാകാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഒരു അലം നശ്റഹ് സൂറത്ത് അതൊരു പാത്രത്തിൽ എഴുതുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ അവർക്ക് അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുമെന്ന് കിതാബിൽ കാണാം. വ്യക്തമായില്ലേ പ്രിയമുള്ളവരെ? അലം നശ്റഹ് സൂറത്ത് അതിൻ്റെ മുഴുവൻ ആയത്തുകളും ഒരു പിഞ്ഞാണത്തിൽ എഴുതുക. എന്നിട്ട് അത് വെള്ളം കൊണ്ട് മായ്ച്ച് ആ വെള്ളം കുട്ടികൾ കുടിച്ചാൽ
അവർക്ക് ഓർമ്മശക്തി ഉണ്ടാകും, ബുദ്ധിശക്തി ഉണ്ടാകും എന്ന് കിതാബിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നല്ല കാര്യമാണ്. പഠനത്തിൽ പിന്നോട്ടുള്ള മക്കളെ അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു മാർഗ്ഗമാണിത്. പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ള കുട്ടികൾക്ക് ഇത് ഏറ്റവും ഫലപ്രദമാണ്. ചില കുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാത്ത പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. ചില കുട്ടികൾക്ക് ഹിഫ്ള്, ഇപ്പോൾ സൂറത്തുകൾ, ദുആകൾ അങ്ങനെയുള്ളതൊക്കെ മനഃപ്പാടാകാനുള്ള പ്രയാസമുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് ബാധിക്കും. ഒരു വയസ്സ് കഴിഞ്ഞാൽ, പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, അത് മാറ്റിയെടുക്കാനുള്ള ഒരു മരുന്നാണ് പ്രിയമുള്ള ആത്മീയ ചികിത്സയാണ്. വേണ്ടവർക്ക് ഉപകരിക്കാം. കിതാബിലുള്ളതാണ്. സ്വഹീഹായ രേഖകളാണ് ഈ ഒരു കാര്യത്തിൽ നാം പങ്കുവെക്കുന്നത്. ഈ ആയത്തിൻ്റെ തഫ്സീർ എടുത്തു പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് എല്ലാവരും പരമാവധി ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും, മാത്രമല്ല മഹാന്മാർ പറയുന്നത്, ഈ സൂറത്ത് ഒരാൾ പളുങ്കുപാത്രത്തിൽ എഴുതി എന്നിട്ടത് പനനീർ വെള്ളം കൊണ്ട് കുടിച്ചാൽ, വേറൊരു ചികിത്സ പറയാം, പനനീർ വെള്ളം കൊണ്ട് അതിനെ മായ്ച്ച് ആ വെള്ളം കുടിച്ചാൽ ദുഃഖങ്ങൾ ഉണ്ടാവില്ല, മനപ്രയാസങ്ങൾ ഉണ്ടാവില്ല, ഹൃദയ കാഠിന്യങ്ങൾ ഉണ്ടാവില്ല. നമുക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. മനപ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ആത്മീയമായ ചികിത്സ നമുക്ക് ചെയ്യലല്ലേ നല്ലത്. അലം നശ്റഹ് സൂറത്ത് പളുങ്കുപാത്രത്തിൽ എഴുതുക, എന്നിട്ട് അത് പനനീർ വെള്ളം കൊണ്ട് മായ്ക്കുക, എന്നിട്ടത് കുടിക്കുക. എന്നാൽ മനപ്രയാസം ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ഇത് ഞാൻ കിതാബുകളിൽ കണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു വിഷയം നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഏതെങ്കിലും ഒരു തെളിവുമില്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടത് അല്ല ഈ പറയുന്നത്. ഇത് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതാണ്, തഫ്സീറിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നമുക്കത് ചെയ്താൽ വളരെ നല്ല കാര്യമാണ്. അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെല്ലാത്തിനും വഴിയുണ്ട്. മനപ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ആധുനിക ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. ഇസ്ലാമിൻ്റെ മുമ്പിൽ അതിന് വഴിയുണ്ട്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനല്ലേ, ദുഃഖങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, വിഷമങ്ങൾ വരാം, ഒക്കെ മനുഷ്യന് വരാവുന്നതാണ്. ആ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്, നമുക്കുണ്ടാകുന്ന വിജയമാണ് പ്രിയമുള്ളവരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പരീക്ഷകളിൽ, അവർക്ക് SSLC പോലത്തെ പരീക്ഷകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വിജയമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പരീക്ഷ എഴുതുന്ന, അത് സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും, നമ്മുടെ കുട്ടികൾക്ക്, മക്കൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ടവരിലുള്ള മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നല്ല കഴിവുള്ള, നല്ല പ്രാപ്തരായ മക്കൾ വളർന്നു വരാൻ, മക്കളെ വളർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.